ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇടിച്ചക്ക കൊണ്ട് ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉഗ്രൻ കറിയാണ്. ചിക്കൻ കറി, മട്ടൻ കറി ഇതൊക്കെ തോറ്റു അത്രയ്ക്ക് നല്ലൊരു കറിയാണ്. കണിയൊക്കെ വയ്ക്കുന്ന ഇടിച്ചക്ക കൊണ്ട് നമുക്ക് അടിപൊളി, കളയൊന്നും വേണ്ട. ഇതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വാരി വാരി കഴിക്കുന്നതാണ്. നമുക്കതിൻ്റെ പകുതി എടുക്കാം. ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. ഇതിൻ്റെ കറിയൊക്കെ ഇലയോ പഴയ പേപ്പറോ കൊണ്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തിയെടുക്കാം. ഇങ്ങനെ തൊലി ചെത്തിയെടുക്കാം. ഇങ്ങനെ എടുക്കാവുന്നതാണ്. കയ്യിൽ അരക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ശകലം ഒരു തുള്ളി വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഓയിലോ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എടുത്താൽ മതിയാകും. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ കട്ട് ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ തുമ്പ് കുറച്ചതായി ഈ ഭാഗം ഇങ്ങനെ കുറച്ച് ഇത്ര ഇരിക്കട്ടെ. ഇത്രയും അങ്ങ് കളയുക. അപ്പോൾ നല്ല സ്വാദായിരിക്കും. അതുപോലെ ഇതിൻ്റെയൊക്കെ തുമ്പ് ശകലം ഇങ്ങനെ കളയും. അതുപോലെ ഇതിൻ്റെ ഇത്രയും വെച്ചിട്ട് ബാക്കി ഇരുന്നിട്ടുണ്ട്. അത്രയും. ഇത് ഞാൻ ചക്കയുടെ പകുതിയെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പത്തിന് വേണ്ടിയുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചോറിനും കഴിക്കാം, ചപ്പാത്തിക്കും കഴിക്കാം. ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ടിട്ട് കഴുകി കളയാം. ആദ്യം ഒന്ന് കഴുകണം. കഴുകി വെള്ളമെല്ലാം ഇങ്ങനെ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കിലോ വരും. അപ്പോൾ ഒരു 1/4 ടീസ്പൂണും ഒരു 2 നുള്ളും കൂടി ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇടാം. ഇനി ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഉപ്പും മഞ്ഞളും ഒക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് വച്ചേക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസിലുള്ള സവാള, പിന്നെ 2 പച്ചമുളക്. ഇനി ഒരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. 1.25 ടേബിൾ സ്പൂണും കൂടി ഇടാം. 1/4 കിലോ ആണ് ഉള്ളത്. ഇപ്പോൾ സമയം എത്രയായി നോക്കൂ. 1.25 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ടത്. അത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല വണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഇനി നമുക്കതിൻ്റെ പേരിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടണം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് മൂപ്പിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു നുള്ള് പെരിഞ്ചീരകം. പെരിഞ്ചീരകമാണ്, നല്ല ജീരകം അല്ലാതെ. ഒരു നുള്ളിട്ടോ മതി. പെട്ടെന്ന് ഇട്ടിച്ചേർക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ മുളക് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നല്ല മൂത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊന്നും ഓഫ് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ഈ ചക്ക ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അങ്ങനെ തന്നെ കിടക്കട്ടെ. ഫ്ലെയിം വളരെ കുറച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ചെറിയ ബർണറിൽ കണ്ടോ. എന്നിട്ട് നമുക്ക് ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുക്കണം. ചതച്ച് കൊണ്ടുവരിക. ചതച്ചിട്ടുണ്ട്. നല്ല പോലെ ചതയ്ക്കുക. ഇതിനോടൊപ്പം ഇടാം. ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ച ചുവ മാറാൻ വേണ്ടി ഫ്ലെയിമിനെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ്. അല്ലെങ്കിൽ കുറേ സമയം ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെക്കാം. ഹൈ
ഫ്ലെയിമിൽ 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം പറ്റും. ഒന്ന് ഇതും ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോൾ ഒരു 1/2 ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ എടുക്കാം. കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുക്കറിൽ നമുക്ക് ഗാസ്കറ്റ് ഇട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം. വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റും കൂടെ ഇടാം. കുക്കറിൽ 3 വിസിലിട്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 3 എണ്ണ ഒഴിക്കും. 2 ഒഴിച്ചു. 3 ടേബിൾ സ്പൂൺ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ കടുകിടാം. 1 വറ്റൽമുളകിടാം. 2 പച്ചമുളകിടാം. പച്ചമുളക് ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ കൊത്തി വരുന്നത് സവാള ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ല മണം വന്നിട്ടുണ്ട്. പച്ചമുളകിൻ്റെയും സവാളയുടെയും കടുകിൻ്റെയും ഒക്കെ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടുന്നതാണ് ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചിരുന്ന. ഇതൊന്ന് മൂക്കട്ടെ. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 5 കശുവണ്ടി, ഇത് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 15-20 കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതിനനുസരിച്ച് ഇഷ്ടമുള്ളവർക്ക് ഒരു 20 കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പൊടിച്ചിട്ട് വരാം. സവാള നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. അങ്ങനെ കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് നല്ല മണവും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക ഇത് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ചക്ക പോയി ചക്ക കശുവണ്ടി ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ടുണ്ട്. കണ്ടോ, പൊടിച്ചത് ഇതിലോട്ട് തട്ടി കൊടുക്കുക. കുരുമുളകും കശുവണ്ടിയും അതിലോട്ട്. അതീവ ടേസ്റ്റാണ്. ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ്. തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. നമുക്കിത് വെച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ മട്ടൻ കറിയൊക്കെ തോറ്റു. അത്രയ്ക്ക് നല്ല സ്വാദാണ്. നല്ല മണവും വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കാം. തിളയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതാ ഒരു തക്കാളി എടുക്കാം. ഇതിന് അരിഞ്ഞു കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് അരിയുക തക്കാളി. അതിങ്ങനെ അരിഞ്ഞിടാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാവൂ. ഇങ്ങനെ ഇനി ഇളക്കി നോക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. അതീവ രുചിയോടെയാണ് ഇത് ഉണ്ടാക്കിയത്. ഇനി ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്ന നല്ല മണവും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഇതേപോലെ ഇരിക്കും. അത്രയ്ക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു കറിയാണ് ഇടിച്ചക്ക കൊണ്ട് ഉണ്ടാക്കിയത്. ബീഫും മട്ടണൊക്കെ തോറ്റു പോകും. അത്രയ്ക്ക് മട്ടൻ കറി പാല് വളരെയധികം ടേസ്റ്റാണിത്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക. കണ്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
എല്ലാവിധ നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ. ഈ വിഷുദിനത്തിൽ ബൈ.